SDPI നേതാവ് KS ഷാൻ വധക്കേസിൽ കുറ്റപത്രം റദ്ദാക്കണം എന്ന പ്രതികളുടെ ഹർജി കോടതി തള്ളി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം എന്ന ഹർജി അടുത്ത മാസം 23-ന് പരിഗണിക്കും. മനീഷ് മഹിപാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് പ്രതികൾ ആവശ്യപ്പെട്ടത്? എന്താണത് തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത്? വേണുപരശൻ, ഈ കേസിൽ പ്രതികൾക്ക് RSS BJP പ്രവർത്തകരായ 11 പ്രതികൾക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന്. കാരണം ആദ്യഘട്ടത്തിലെ ഈ കേസിൽ പോലീസ് നൽകിയിട്ടുള്ള കുറ്റപത്രം അത് ക്രൈംബ്രാഞ്ചിന് DYSP ആണ് നൽകിയത്. അതല്ല സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് നൽകേണ്ടത്. അത് ക്രമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ കുറ്റപത്രം നിലനിൽക്കില്ല എന്നതായിരുന്നു പ്രതികളുടെ ഹർജി. എന്താണെങ്കിലും ഈ പ്രതികളുടെ ഹർജിയെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഖണ്ഡിച്ചത് നേരത്തെ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനും ഇത് സംബന്ധിച്ച് കുറ്റപത്രം നൽകാം, കുറ്റപത്രം സമർപ്പിക്കാം എന്നതായിരുന്നു. അത് ക്രിമിനൽ നടപടി ചട്ടങ്ങളും ഒപ്പം തന്നെ മുൻകാല കേസുകളും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ഇവരുടെ ഹർജിയെ, ഈ കുറ്റപത്രം സ്വീകരിക്കരുത്, കോടതി സ്വീകരിക്കരുത്, ഇത് റദ്ദാക്കണമെന്ന ഹർജിയെ ഖണ്ഡിച്ചത്. പക്ഷേ അത് കോടതി ശരിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ ഹർജി, ഇത് മടക്കണമെന്നുള്ള ഹർജി കോടതി തള്ളി. ഒപ്പം തന്നെ ഈ കേസിൽ 11 പ്രതികളുണ്ട്. RSS BJP പ്രവർത്തകരായ 11 പ്രതികളും നിലവിൽ ജാമ്യത്തിൽ കഴിയുകയാണ്. ആ കേസിൽ 2 വർഷമായി ജാമ്യത്തിൽ കഴിയുന്നു. അതിലൊരാളുടെ വിവാഹം കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ മൂന്നാമത്തെ പ്രതി നേരത്തെ DYFI പ്രവർത്തകൻ അജയ് പ്രസാദ് വധക്കേസിലെ പ്രതി കൂടിയാണ് അതുലിനെ കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുൻപ് കായംകുളത്ത് വെച്ച് പോലീസ് ഗുണ്ടകളുടെ ഒരു സമ്മേളനം കൂടിയതിൻ്റെ ഭാഗമായി അവിടെ വെച്ച് പോലീസ് പ്രിവൻറ്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അതിലടക്കമുള്ള 11 പ്രതികൾ നിലവിൽ ജാമ്യത്തിൽ കഴിയുകയാണ്. ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കൂടി, ആവശ്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിന്മേൽ കോടതി, ആലപ്പുഴ സെഷൻസ് കോടതി 3, അത് അടുത്ത മാസം മാർച്ച് 23-ന് അത് സംബന്ധിച്ച് കോടതി ആ വിഷയം പരിഗണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന 2 കൊലപാതകം, അതിൽ രണ്ടാമത് നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ്, OBC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കും മാവേലിക്കര കോടതി വധശിക്ഷ വിധിച്ചതിനെ തുടർന്നാണ് ഈ കേസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ഒപ്പം തന്നെ ഷാൻ, SDPI സംസ്ഥാന നേതാവായിരുന്ന ഷാൻ കൊലക്കേസിൽ നീതി കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. എന്താണെങ്കിലും ഈ കേസിന് ഇനി അടുത്ത മാസം 23-നായിരിക്കും പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി, പ്രോസിക്യൂഷന്റെ ഹർജി കോടതി പരിഗണിക്കുക. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.